ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത്? വ്യാഴം, ഭൂമി, ശനി, ചൊവ്വ. ഉത്തരം ശനി. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ശനിക്ക് മൊത്തം 146 ഉപഗ്രഹങ്ങളുണ്ട്. അറിയപ്പെടുന്നതിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴയ വൃക്ഷം ഏത്? മെത്തുസല, ഷെർമാൻ, പ്രോമിത്യൂസ്, പാണ്ടോ. ഉത്തരം മെത്തുസല. കിഴക്കൻ കാലിഫോർണിയയിൽ മെത്തുസല എന്നറിയപ്പെടുന്ന ഒരു പൈൻ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള വൃക്ഷമായി കണക്കാക്കുന്നു. മെത്തുസലയ്ക്ക് 4853 വയസ്സ് പ്രായമുണ്ട്. ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി ഉപയോഗിക്കുന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെയാണ്? ഈജിപ്ത്, ഗ്രീസ്, ഡെൻമാർക്ക്, ചൈന. ഉത്തരം ഡെൻമാർക്ക്. ഏറ്റവും പഴക്കമേറിയതും തുടർച്ചയായി ഉപയോഗിക്കുന്നതുമായ ദേശീയ പതാക ഡെൻമാർക്കിൻ്റേതാണ്. ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെളുത്ത സ്കാൻഡിനേവിയൻ കുരിശിൻ്റെ നിലവിലെ രൂപകൽപ്പന 1625 ഇതിൻ്റെ ചതുരാകൃതി 1748 സ്ഥിരീകരിച്ചു. ബഹിരാകാശത്ത് ഉപയോഗിച്ച ആദ്യത്തെ ശീതളപാനീയം ഏതാണ്? ഡോ പെപ്പർ, സ്പ്രൈറ്റ്, പെപ്സി, കൊക്കക്കോള. ഉത്തരം കൊക്കക്കോള. 1995 നാസയുടെ STS-63 ദൗത്യത്തിനിടെ ബഹിരാകാശ യാത്രികനായ ചാൾസ് ഡി ഗമറിന് ബഹിരാകാശത്തെ ആദ്യത്തെ ശീതളപാനീയമായ കൊക്കക്കോള ആസ്വദിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏത്? ഇന്തോനേഷ്യ, കാനഡ, നോർവേ, സ്വീഡൻ. ഉത്തരം സ്വീഡൻ. സ്വീഡനിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത്. 2,67,570 ദ്വീപുകളാണുള്ളത്. അവയിൽ ഭൂരിഭാഗവും ജനവാസമില്ലാത്തവയാണ്. സജീവമായ അഗ്നിപർവ്വതം ഇല്ലാത്ത ഒരേയൊരു ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ആഫ്രിക്ക. ഉത്തരം ഓസ്ട്രേലിയ. സജീവമായ അഗ്നിപർവ്വതങ്ങളില്ലാത്ത ലോകത്തിലെ ഒരേയൊരു ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങളിലൊന്നായ ട്വീറ്റ് അഗ്നിപർവ്വതം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് ഉപയോഗിക്കുന്ന രാജ്യം? സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, USA, ബെൽജിയം. ഉത്തരം സ്വിറ്റ്സർലൻഡ്. ആളോഹരി ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമെന്ന ബഹുമതി സ്വിറ്റ്സർലൻഡിനാണ്. മൊബൈൽ ചാർജർ സോക്കറ്റിൽ നിന്ന് മാറ്റിവെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത്? കറണ്ട് ബില്ല് കൂടും, പൊട്ടിത്തെറിയുണ്ടാകും, പിൻ കേടാകും, കുഴപ്പമുണ്ടാകില്ല. ഉത്തരം പൊട്ടിത്തെറി ഉണ്ടാകും. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചാൽ വൈദ്യുതി പ്രവാഹം തുടരും. ഇത് സ്പാർക്കിങ്ങിന് കാരണമാകുകയും അത് പൊട്ടിത്തെറി വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുകയും ചെയ്യുന്നു. I എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ കുത്തിന് പറയുന്ന പേര്? ഡോട്ട്, ടൈറ്റിൽ, എൻഡ്, ഹാഫ്. ഉത്തരം ടൈറ്റിൽ. I എന്ന അക്ഷരത്തിന് മുകളിലുള്ള ഡോട്ടിനെ ടൈറ്റിൽ എന്ന് വിളിക്കുന്നു. ഇത് എഴുത്തിലും അച്ചടിയിലും ഉപയോഗിക്കുന്ന ഒരു ചെറിയ വ്യതിരിക്ത അടയാളമാണ്. പെട്രോളിയം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. പെട്രോളിയം ശുദ്ധീകരണത്തിനും നാരുകളുടെ നിർമ്മാണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത്